എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നെക്സോൺ EV മേടിച്ചപ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്ന് റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ പോകുന്നത് കൊച്ചി ടു മൂന്നാറാണ്. ഫുൾ എക്കോ മോഡിലാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അപ്പം കൊച്ചിയിൽ നിന്ന് ഗോയിസിൽ നമ്മൾ ഫുൾ ചാർജ് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഈ EV ആയിട്ടൊരു ട്രിപ്പ് പോകുന്നത്. അത് മൂന്നാറിലേക്ക് ഹിൽ സ്റ്റേഷനാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടൊരു ഇലക്ട്രിക് വെഹിക്കിളുമായിട്ട് പോകുമ്പോഴത്തേക്ക് ചാർജിങ് കയറ്റം കയറുമ്പോൾ ചാർജ് കുറയില്ല എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ റേഞ്ചിൻ്റെ ഒരു ആങ്സൈറ്റി ആക്കി കാർ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറൗണ്ട് 10% കഴിയുമ്പോൾ തന്നെ 37 കിലോമീറ്റർ നമ്മൾ കവറപ്പ് ചെയ്തായിരുന്നു. അത്യാവശ്യം നോർമലായിട്ടുള്ളൊരു റേഞ്ച് കിട്ടിയെന്ന് നമുക്ക് തോന്നുന്നുണ്ട്, നമുക്കറിയത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഒരു ലോക്കൽ തട്ടുകട കയറി. അപ്പോഴാണ് നമുക്ക് ചേട്ടൻ നല്ല പൊറോട്ട അടിക്കുന്നു. പൊറോട്ടയുടെ കൂടെ ഒക്കെ പുട്ടും കണ്ടു. നമ്മളൊപ്പം തന്നെ പുട്ടും ബീഫും കൂടെ മിക്സ് ചെയ്ത് മേടിച്ച് കഴിച്ച് അവിടുന്ന് വണ്ടി വിട്ട് കുറേ നേരമൊക്കെ കഴിയുമ്പോൾ നമ്മൾ അടിമാലി നേര്യമംഗലം റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് മൂന്നാർ പോയിട്ടുണ്ട്. നമ്മൾ ഈവനിങ് സെഷൻ അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ നമ്മൾ മൂന്നാർ ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു ആകാംക്ഷ ഉണ്ട്. നൈറ്റിൽ നമ്മൾ മൂന്നാർ റൂട്ട് നമ്മളങ്ങനെ പോയിട്ടില്ല. നമ്മളെല്ലാം ഏർലി മോർണിംഗ് ടൈമിലാണ് മൂന്നാർ പോകുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള ടൈമായിരുന്നു. രാത്രിയാണെന്ന് പറഞ്ഞാൽ പോലും അറൗണ്ട് ഒരു 7 o'clock കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ റോഡിൽ ട്രാഫിക് ഉണ്ടായി. നമ്മൾ മൂന്നാർ പോകുന്ന റൂട്ടിലേക്ക് അത്യാവശ്യം റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. 21% എനർജി കൺസ്യൂം ചെയ്തപ്പോൾ നമ്മൾ 73 കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത് അറൗണ്ട് 7:30 ആയപ്പോഴത്തേക്ക് നമ്മളത് ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ എത്തി. അത്യാവശ്യം നല്ലൊരു റേഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. രാത്രിയിലെ ട്രാഫിക്കൊക്കെ ഉണ്ടായ സമയത്താണ് നമുക്ക് ഈ റേഞ്ചൊക്കെ കിട്ടിയത്. അത്യാവശ്യം ഹില്ലി ഏരിയ ആണ്. ഞാൻ വീണ്ടും പറയാം, ഹില്ലി ഏരിയ ആയതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറയുന്നത്. ഹില്ലി ഏരിയയിൽ ഈ റേഞ്ചൊക്കെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബെറ്റർ. മറ്റുള്ള വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. പിന്നെ 30% കംപ്ലീറ്റ് ചെയ്തപ്പോൾ 92 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആകാൻ വേണ്ടി നമ്മളൊരു നയാരയുടെ പെട്രോൾ പമ്പ് യൂസ് ചെയ്തു. കാര്യം EV എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് പെട്രോൾ പമ്പൊക്കെ വേണം. അങ്ങനെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. 41% കംപ്ലീറ്റ് ചെയ്തിട്ട് 115 കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു. അങ്ങനെ മൂന്നാർ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഒരു തട്ടുകട നോക്കി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട വേറൊന്നുമില്ല. പിന്നെ നോക്കിയപ്പോൾ കപ്പ ബിരിയാണിയേ ഉള്ളൂ. നമ്മളൊരു കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, അതുകൊണ്ടായിരുന്നു നമുക്ക് അത്രയും നല്ല വിശപ്പ്. അറൗണ്ട് നമ്മൾ 138 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ വേണ്ടി 53% ചാർജ് നമുക്ക് കൺസ്യൂം ചെയ്തു. അങ്ങനെ നമ്മൾ റൂമിലെത്തി. അങ്ങനെ നമ്മൾ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വണ്ടി വന്ന് ലഗേജൊക്കെ എടുത്തു. അപ്പം നിങ്ങളുടെ വണ്ടി ഒന്ന് അത്യാവശ്യം ഒരു 150 അല്ലെങ്കിൽ 138 കിലോമീറ്റർ ഓടാൻ വേണ്ടി എത്ര രൂപ ചിലവാകുന്നുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.